ശരിയായ ആരോഗ്യ പരിപാലനത്തിന് അനിവാര്യമായ ഘടകമാണ് ശുദ്ധവായുവിന്റെ ലഭ്യത എന്ന് നമുക്കറിയാം. ജീവന്റെ നിലനിൽപ്പിന് തന്നെയും അടിസ്ഥാനം ശ്വാസവായുവാണല്ലോ. നാം ശ്വസിക്കുന്ന ജീവവായു മലിനപ്പെട്ടാൽ ആരോഗ്യത്തിനും ജീവനും അത് ഭീഷണിയാകും എന്നതിൽ തർക്കമില്ല. അന്തരീക്ഷ മലിനീകരണം രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നാം എത്രത്തോളം ബോധവാന്മാരാണ്? രാജ്യ തലസ്ഥാനമായ ഡൽഹി വായുമലിനീകരണം മൂലം വീർപ്പുമുട്ടുന്നതിന്റെ വാർത്തകൾ ദിനം പ്രതി നാം കേൾക്കുന്നു. വാഹനങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും നിർഗമിക്കുന്ന മാലിന്യങ്ങൾ അന്തരീക്ഷ വായുവിനെ വിഷമയമാക്കി തീർത്തിരിക്കുന്നു. ഹരിതഗൃഹവാതകങ്ങൾ സൃഷ്ടിക്കുന്ന അന്തരീക്ഷ മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും ജീവിവർഗങ്ങളുടെ കൂട്ടനാശവുമെല്ലാം ലോകം നേരിടുന്ന അടിയന്തര ഭീഷണികളാണ്. ഇതെല്ലാം നമ്മുടെ വീടുകൾക്ക് പുറത്തെ കാര്യങ്ങളല്ലേ? വീടിനകത്ത് നമ്മൾ സുരക്ഷിതരാണോ എന്ന് കരുതിയെങ്കിൽ തെറ്റി. വീടകങ്ങളും വിഷവായു സങ്കേതങ്ങളായി മാറുന്ന കഠിന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഞെട്ടലോടെ അറിയുക. അതിനെക്കുറിച്ചാണ് ഈ ലക്കം ഡിസ്കവറി ലാബ്. സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക്. പുറത്തെന്ന പോലെ വീടുകളും വായുമലിനീകരണത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളായി മാറുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. വീടുകളിൽ മുഖ്യമായും പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗകളാണ് ഇക്കാര്യത്തിൽ വില്ലൻ. ഇവയിൽ നിന്ന് പുറത്തു വരുന്ന നൈട്രജൻ ഡയോക്സൈഡാണ് അപകടകാരിയാവുന്നത്. കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത് സംബന്ധമായ പഠനങ്ങൾ നടത്തിയത്. ഗ്യാസ് സ്റ്റൗകളിൽ നിന്ന് അതിശയകരമാം വിധം ഉയർന്ന അളവിൽ പുറത്തു വരുന്ന നൈട്രജൻ ഡയോക്സൈഡ് ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ ഏറെ വിഷമവൃത്തത്തിലാക്കിയിരിക്കുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. പലപ്പോഴും പുറത്തെ മലിനീകരണത്തിന് തുല്യമോ അതിലധികമോ ആണ് വീടുകൾക്കുള്ളിലെ വിഷവാതക പുറന്തള്ളലെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു. പാചകഫലമായി മാത്രം ഉണ്ടാവുന്ന നൈട്രജൻ ഡയോക്സൈഡ് ദശലക്ഷക്കണക്കിന് ആളുകളിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടത്രേ. സുരക്ഷിതമായ എല്ലാ പരിധികൾക്കും അപ്പുറമാണ് ഇതെന്നാണ് കണ്ടെത്തൽ. അമേരിക്കയിലെ പലർക്കും വീടിനുള്ളിൽ സമയം ചെലവഴിക്കുന്നത് ദോഷകരമായ വായുമലിനീകരണത്തിൽ നിന്ന് സംരക്ഷണം ഉറപ്പു നൽകുന്നില്ല. സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഈ ഡിസംബർ 2 പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്യാസ്, പ്രൊപ്പൈൻ സ്റ്റൗകൾ ഗണ്യമായ അളവിൽ നൈട്രജൻ ഡയോക്സൈഡ് പുറത്തുവിടുന്നു എന്നാണ്. ഈ മലിനീകരണ പദാർത്ഥം ആസ്മ, ശ്വാസകോശ സംബന്ധമായ അസുഖം, മാസം തികയാതെയുള്ള പ്രസവം, പ്രമേഹം, ശ്വാസകോശ അർബുദം എന്നിവയ്ക്ക് കാരണമാകുന്നു. നിങ്ങളൊരു ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ബാഹ്യ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾ ശ്വസിക്കുന്ന നൈട്രജൻ ഡയോക്സൈഡ് കലർന്ന മലിനവായുവിന്റെ അത്ര തന്നെ വീടിനുള്ളിലും നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഗവേഷണം കാണിക്കുന്നു എന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. പുറംവായു മലിനീകരണം കാരണമായി അമേരിക്കയിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് മരണങ്ങൾ സംഭവിക്കുന്നു. ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് പുതിയ ബാല്യകാല ആസ്മ കേസുകൾക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നു. ഗ്യാസ് സ്റ്റൗ, വാഹന ഗതാഗതം, വൈദ്യുതി ഉൽപാദനം എന്നിവയുൾപ്പെടെ അകത്തും പുറത്തുമുള്ള സ്രോതസ്സുകളിൽ നിന്ന് ആളുകൾ എത്രമാത്രം നൈട്രജൻ ഡയോക്സൈഡ് ശ്വസിക്കുന്നു എന്നതിന്റെ രാജ്യവ്യാപകമായ ആദ്യത്തെ വിലയിരുത്തലാണ് ഈ പുതിയ വിശകലനം. 2024 ഇതേ ഗവേഷണ സംഘം നടത്തിയ പഠനത്തിൽ പാചകം അവസാനിച്ചതിന് ശേഷവും ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് മണിക്കൂറുകളോളം നിലനിൽക്കുന്ന സുരക്ഷിതമല്ലാത്ത അളവിലുള്ള നൈട്രജൻ ഡയോക്സൈഡ് പുറത്തുവിടുന്നതായി കണ്ടെത്തി. ഇവരിൽ പലരും നടത്തിയ കൂടുതൽ പഠനങ്ങൾ ലുക്കീമിയയ്ക്കും മറ്റ് രക്തവൈകല്യങ്ങൾക്കും കാരണമാകുന്ന അറിയപ്പെടുന്ന അർബുദകാരിയായ ബെൻസീനിന്റെ ഉറവിടമാണ് ഗ്യാസ് സ്റ്റൗകളെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നൈട്രജൻ ഡയോക്സൈഡിന്റെ വമ്പിച്ച ബഹിർഗമന വർധന വീടിനുള്ളിൽ സംഭവിക്കുന്നുണ്ടെന്നും അവ ഗ്യാസ് സ്റ്റൗ ഉപയോഗം മൂലമാണെന്നും പഠനം കണ്ടെത്തി. ഈ പെട്ടെന്നുള്ള വർധന പുറത്തെ മലിനീകരണത്തിൽ നിന്നല്ല, മറിച്ച് പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാന്ദ്രീകൃത സ്ഫോടനങ്ങളിൽ നിന്നാണ്. ശുദ്ധമായ വായുവും ആരോഗ്യകരമായ ജീവിതവും ഉറപ്പാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ വീടിനുള്ളിലെ വായുവിന്റെ ഗുണനിലവാരത്തിന് മുൻഗണന നൽകണമെന്ന് മുതിർന്ന ഗവേഷകനായ ജാൻസൺ പറയുന്നു. ശുദ്ധമായ പാചകത്തിനും മെച്ചപ്പെട്ട ആരോഗ്യത്തിനും വേണ്ടിയുള്ള ഒരു നല്ല ചുവടുവെപ്പാണ് ഇലക്ട്രിക് സ്റ്റൗകളിലേക്ക് മാറുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നന്ദി. കാണാം മറ്റൊരു വിഷയവുമായി വീണ്ടും.